ഗൈസ് ഇന്നത്തെ കൊമ്പൻ സ്രാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കിട്ടിയ കൊഞ്ചാണ്, സൈസുണ്ട് കണ്ടല്ലോ ഗൈസ്. ഈ മീൻ നമ്മൾ കൊക്കിന് കൊടുക്കാൻ പോയാണ്. ഇത്രയും വലിയ മീൻ കൊക്ക് തിന്നാൻ സാധ്യതയുണ്ടോ? ഓ വളരെ മനോഹരമായിട്ട് വല അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കനും വല അടിച്ചിട്ടുണ്ട്. ചെറുക്കന് മീൻ എന്തെങ്കിലും കിട്ടിയോ എന്ന് നോക്കാം. അവൻ വളരെ സാവധാനം വലിക്കുകയാണ്. പതുക്കെ വലി, വല വിട്ട് വലി. വല വിട്ട് വലി. പയ്യ കീറി വല കീറി. വാ, തൂക്കിക്കൊണ്ട് പോവാതെ, തൂക്കാതെ വല കീറി ഇല്ല. പക്കിന്റെ വെളിയില് അല്ല, നല്ലൊരു അടാറ് സൈസ് മീനാണ് കണ്ടല്ല. വല പിന്നെ നോക്കാം, മീനിനെ കൊണ്ടുപോവാ ആദ്യം. നമ്മുടെ ചാകര പോയിന്റിലാണ് അടിച്ചിട്ടുള്ളത്. മീൻ എന്തെങ്കിലും കിട്ടുമോ ഈ വലയ്ക്ക്? ശക്തമായ തിരമാലയും കാറ്റുമാണ്. അപ്പോൾ ഇന്ന് അഴിമുഖത്തെത്തി വളരെ മനോഹരമായിട്ട് വലകൾ എറിയുന്നുണ്ട്. അടക്കം തിര കൂടുതലാണ്, കാറ്റ് കൂടുതലാണ്, വെള്ളം കലക്കയുമാണ്. ഗൈസ്, ഈ വലയ്ക്ക് മീനുണ്ട് എന്നതാണ് പ്രതീക്ഷ. ഇല്ല മാലാവ് ഇന്നലത്തെ പോലത്തെ നല്ലൊരു സൈസ് മാലാവാണ് ആദ്യത്തെ വലയിൽ തന്നെ കിട്ടിയത്. ഉണ്ടല്ലോ, അല്ല ഒരു അടിപൊളി സൈസ് മാലാവ്. അവന് കിട്ടി 2 മാലാവും, 2 അല്ല കുറച്ച് കുഞ്ഞമ്മീന. അടുത്ത വല മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കിഷ്ടമില്ല അതേട്. ഗൈസ്, മീനുണ്ടാ? ഒരനക്കവും ഇല്ലെന്നാണ് തോന്നണത്. ഉണ്ട്, ഒരു ചെറിയ മീനുണ്ട്. നമുക്കതിനെ റിലീസ് ചെയ്യാം. ഒരെണ്ണമുണ്ട്. ഗൈസ്, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ചെറുക്കനുമുണ്ട്. അവനും അടുത്ത വല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് വലയിൽ മീനുണ്ട്. അത്യാവശ്യം സൈസുള്ളൊരു മാലമാണ്. അപ്പോൾ വെള്ളം അവനും മീനുണ്ട്. അതിൽ 2 മാലാവാണ്. ഇത് നമുക്ക് സൈസുള്ളൊരു മാലാവാണ്. ഹലോ ഗായ്സ്, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. അപ്പോൾ ഇതിൽ മീൻ കിട്ടുമോ ഗൈസ്? അടുത്ത വല വലിച്ചു കയറ്റാണ് ഗൈസ്. അടിപൊളി, അതിൽ മീനുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ് നമുക്ക് ഈ വലയിലും കിട്ടിയത്. ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള മീൻപിടുത്തം തുടരുകയാണ്. ഓരോ വലയ്ക്കും ഓരോ മീൻ. അങ്ങോട്ടേ ഓടൂ. നമ്മളെ ചെറുക്കൻ വല വലിക്കുകയാണ്. അതിൽ മീനുണ്ട്. എന്തിനാണെന്ന് അറിയില്ല ഗൈസ്. കൊണ്ടുപോയിക്കോ. മാണ, അതെന്തൊരു സാധനം? ചാവറ്റ്. ഒരു ചാവറ്റ്, ഒരു മാലാവും. ഗായ്സ്, അടുത്ത വല അടിക്കാൻ പോയാണ്. ഓരോ കിട്ടുന്ന മീനെല്ലാം ഒരു അത്യാവശ്യം അതോ ഇടുപ്പളവ് വെള്ളത്തിൽ താതു പോയി. അവര് വീണ്ടും അദ്ദേഹത്തെ വലയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് എറിയാൻ. ഇപ്പോഴൊരു അവന് കിട്ടിയ ഒരു മാണയെന്ന് പറയുന്നത് നമ്മൾ ചാവറ്റ് എന്ന് പറയുന്നൊരു മീനാണ്. ഇപ്പോൾ അടുത്ത വല നമ്മൾ എറിയാൻ പ്രിപ്പയറായി. ഇറങ്ങിയിട്ടുണ്ട്. ചീറ്റിപ്പോയി വല ഇറങ്ങിയത്. മച്ചാന്മാരെ, അടുത്ത വല എറിയാൻ പോകണം. അവിടെ മീൻ ചാടി. കുറച്ച് അതിൻ്റെ തൊട്ടപ്പുറത്താണ് മീൻ ചാടിയത്. അപ്പോൾ ഈ വലയിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഗൈസ്, ഈ വലയിലും മീനുണ്ട്. ഉണ്ടല്ലോ, ഒരു മാലാവാണ്. ലൈവല്ല. ആരെ വല പൊട്ടിച്ചാ? വലയുടെ കണ്ണിയൊക്കെ ഉണ്ട്.
ഗൈസ്, ഈ മീൻ നമ്മൾ കൊക്കിന് കൊടുക്കാൻ പോയാണ്. ഇത്രയും വലിയ മീൻ കൊക്ക് തിന്നാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല സാധ്യത ഉണ്ടോ എന്നൊന്നും. അപ്പോൾ നമ്മൾ കൊക്കിനിട്ട് കൊടുക്കുകയാണ്. പിടിച്ചോ. കാക്ക വന്നു. കൊക്കെ ഇറാ കൊക്കെ. എടുത്ത് കൊക്കെടുത്ത്. വീണ്ടും വീണ്ടും കൊക്കിൻ്റെ ആയിരുന്നു. അടുത്ത് വീണ്ടും കൊക്ക വന്ന് കൊക്കെടുത്ത് കൊണ്ടുപോയാണ്. ഗായ്സ്, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നിറച്ച് ചവറാണ്. മഴ ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ മഴ തൂറ്റി തുടങ്ങി. ശക്തമായിട്ടില്ല, മഴ തൂറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ മീനുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ മഴയത്തും ഫോണും കൊണ്ട് നടക്കണം അതിൻ്റെ പുറകെ. അതെ മീനുണ്ട്. മീൻ വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയില്ല. ചെറിയ സൈസ് ഞാനുണ്ടല്ലോ, അത്യാവശ്യം സൈസുണ്ട്. ഹേ പ്രഭു, അടുത്ത വല അടിക്കുന്നു പ്രഭു. സൂപ്പറായിട്ട് വല അടിച്ചു. അല്ലേ, എന്നൊരു പാളി എന്തിനെന്നറിയാമോ? വലയിൽ മീനുണ്ട്, കരയിൽ കയറുമോ എന്ന് ഇറങ്ങിവിടത്. നമ്മളെല്ലാം കടലിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഗൈസ്. പോകുന്നതാട്ടോ ചക്ര പോലെ കല്ല് ഇറങ്ങിപ്പോയാണ്. അപ്പോൾ കരയിൽ കയറുമോ എന്ന് ഇറങ്ങിവിടാം. കര അറ്റത്ത് വലയുടെ മുകൾ ടോപ്പിൽ വന്നിട്ടാണ് പോയ മീൻ. അപ്പോൾ ഈ തിര നമ്മളെ സഹായിച്ച ആ മീൻ കരയിൽ കയറും. മീനില്ല. അപ്പോൾ ഗൈസ്, അടുത്ത് വല അടിക്കുന്നതിലേക്ക് അടിപൊളിയായിട്ട് വല അടിച്ചിട്ടുണ്ട്. വല അടിക്കുന്നതിലേക്ക് അണ്ണൻ നീന്തി വരെയാണ്. നീന്തി വരുന്നതിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ചെറുക്കടുത്ത് വല അടിച്ചിട്ടുണ്ട്. അത് നമ്മളെ വല അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അണഞ്ഞ് നേരെ നെറ്റത്തെത്തി. അപ്പോൾ ആ വലയിൽ മീൻ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. വെറും ചവറ് കയറിയിട്ടുണ്ട് കേട്ടോ. വലിയ മീൻ ഉള്ള ലക്ഷണമില്ല. അടുത്ത് നമ്മളെ വല അടിക്കാൻ പോവുകയാണ്. വളരെ മനോഹരമായിട്ടാണ്, നല്ല അടിപൊളി പൊസിഷനിലാണ് ആ വല അടിച്ചിട്ടുള്ളത്. ഇത്രയും നല്ല പൊസിഷനിൽ ഇതുവരെയും വല അടിച്ചില്ല ഇന്ന്. പക്ഷെ മീനുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അടുത്ത വല വലിച്ച് കയറ്റുകയാണ് ഗേസ്. അപ്പോൾ ഒരു മാല ഉണ്ട് അതിൽ. ഗായ്സ്, അടുത്ത വല അടിക്കാൻ പോവുകയാണ്. വല അടിച്ചിട്ടുണ്ട്. വളരെ കാത്തു നിൽക്കുകയാണ്. വലയിൽ മീൻ കിട്ടാണ്ട തിര തള്ളലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു തള്ളൽ കിട്ടുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. ഇപ്പോഴേ അടുത്ത് പയ്യൻ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വലയേറിയ 4 പേരായി ഇവിടെ. എല്ലാവരും വെയിറ്റിംഗ് ആണ്. അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ വല ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ വല ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് 3 പേരും വല ഇറങ്ങിയിട്ടുണ്ട്. 1, 2, 3 എന്ന കണക്കിനാണ് വല ഇറങ്ങിയത്. 3 പേരെ ഒരു ഫ്രെയിമിൽ കിട്ടുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ആരെയൊക്കെ വല ആദ്യമായിട്ട് കയറുമെന്ന് നോക്കാം. ഇത് നമ്മളെ വല അങ്ങ് കടലിലെത്തി. അടുത്ത് ഓരോന്നായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പയ്യൻ്റെ വല ഇവിടെ ഉണ്ട്. അതിൽ മീനുള്ള ലക്ഷണം ഇല്ല. അപ്പോൾ നമ്മളെ വലയിൽ ഒരു മീനുണ്ട്. 3 വലയിലും നമുക്ക് ഒരു മീൻ കിട്ടി. ഹലോ മച്ചാന്മാരെ, അടിപൊളിയായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലയിൽ മീന് കുറച്ച് സമയം കൊണ്ട് കിട്ടുന്നില്ല. അടുത്ത വല അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വലയിൽ എന്ത് കിട്ടും? അടിച്ച് പൊളിച്ച് തകർത്ത്. എൻ്റെ പൊന്നോ, എൻ്റെ പക്കത്തെ മീന്. നല്ല ശക്തമായ മഴയാണ്. ഈ മഴയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. മീനില്ല.
ഹലോ ഗായ്സ്, വളരെ മനോഹരമായിട്ട് വീണ്ടും വല ഇറങ്ങിയിട്ടുണ്ട്. മീൻ കണ്ടാണ് എറിയുന്നത്, പക്ഷേ മീൻ കിട്ടുന്നില്ല. ഒരു കുഞ്ഞൻ മീൻ കിട്ടി. അപ്പോൾ ഗായ്സ്, വല ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വല കടലിനകത്താണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വലയിൽ മീനുണ്ട് ഗായ്സ്. അടുത്ത വല എറിയാൻ പോയാണ് സുഭാഷ്. പുതിയ വലയാണ്. ആടിയും പോളിയായിട്ട് വല വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയ്യെ കൊണ്ടുപോ പയ്യെ സാവധാനം കൊണ്ടുപോ. കരയിൽ കയറിയല്ല ഇവിടെ മീൻ ഇതോ പൊത്ത് കാണും. അപ്പോൾ വളരെ നല്ല സൈസുള്ള 2 മീനാണ് കയറിയത്. അപ്പോൾ ഗൈസ്, നമ്മളതാ വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 മീനുണ്ട്. ഒന്ന് ഇവിടെ താഴെ ഒരു ചെറിയ മീൻ. മച്ചാന്മാരെ, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. വലയെറിയൽ മാമാങ്കമാണെന്ന് നടക്കുന്നത്. ഗൈസ്, നമ്മളെ വല പയ്യെ സാവധാനം വലിച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. മീനുണ്ട് എന്നതാണ് കണക്ക് കൂട്ടൽ. മീനുണ്ട്, പക്ഷെ വലിയ സൈസുള്ള മീനല്ല. ഉണ്ടോ? കുഞ്ഞൻ മീനല്ല, ആവറേജ് സൈസുള്ള ഒരു മീനാണ് കിട്ടിയത്. 1, 2 വല വളരെ മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഉണ്ട് ഏതെങ്കിലും വലയ്ക്ക്. നല്ല ഞണ്ടാണ്, കായൽ ഞണ്ടാണ്. ഗൈസ്, വല ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, വലയിൽ മീനുണ്ട്, കണ്ടല്ലോ. ഇനി ആ വലയിൽ മീനുണ്ടോ എന്ന് നോക്കാം. അതിലും മീനുണ്ട്. നല്ല അടിപൊളി, നല്ല അത്യാവശ്യം സൈസുള്ള മീനാണ്. രണ്ടും ഒരെണ്ണം തന്നെ ഉണ്ട് ഇല്ലേ? കുട്ടേട്ടാ, അടിപൊളിയായിട്ട് വല ഇറങ്ങി. എന്നിട്ട് ഓട്ടം കണ്ട മച്ചാന്മാരെ, മീനുണ്ട്. നല്ല അടിപൊളി അത്യാവശ്യം സൈസുള്ള മീനാണ്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും മീൻ കയറി തുടങ്ങി. ഗൈസ്, കണ്ടല്ല, സൂപ്പർ മീനാണ് ഈ വലയ്ക്കും കയറിയത്. ഗൈസ്, വല അടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് 2 വല അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വലയിൽ മീൻ കാണുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, വലയിൽ മീനുണ്ടോ? ഇല്ല, അതിലും ഇല്ല. കുഞ്ഞു മീനുണ്ട്, വലിയ മീനില്ല. സൂപ്പറായിട്ട് വല ഇറങ്ങി. ഗൈസ്, വളരെ മനോഹരമായിട്ട് ആ വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വല വലിച്ച് കയറ്റുകയാണ്. അത് മാലാവ് ഉണ്ടോ? ഇല്ല, മാലാവൊന്നുമില്ല. അപ്പം ഗൈസ്, ഈ വലയിൽ മീനുണ്ട്. അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, വലയിൽ മീനുണ്ട്. വളരെ മനോഹരമായിട്ട് കണ്ടതാണ്. അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ്. ഗൈസ്, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വല എറിയാൻ പോയാണ്. ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, മീനുണ്ട്. ഉണ്ടല്ലോ, ഒരു 3 മീനാണ് ആ വലയിലുള്ളത്. അപ്പോൾ ഈ വലയിലും മീനുണ്ട്. അതല്ലോ, അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. ഹായ്, അവൻ കൈയൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂ ചോദിക്കുകയാണ്, ഈ വലയിൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ടോ? ഓടി വന്നതാ വല ഇറങ്ങി. അപ്പോൾ അതാ ബോളം കൊണ്ട് പോയാണ്. സായം സന്ധ്യയിലെ വളരെ മനോഹരമായ മീൻപിടുത്തമാണ്. ചെറുത്. അപ്പോൾ ഇപ്പോഴും കിട്ടിയ കൊഞ്ചാണ്. സൈസുണ്ട്, കണ്ടല്ലോ. ഗൈസ്, ഇന്നത്തെ കൊമ്പൻ സ്രാവ് കിട്ടിയിട്ടുണ്ട്.
ഒരിക്കൽ പറയ്ക്കാൻ പോരാ, കൊമ്പസ്രാവാണ്. കേട്ടാ, കൈയൊന്നും ആവില്ല മീനിനെ വെച്ചിട്ട്. കൊമ്പസ്രാവ് ഇത് പറയാൻ പോരാ. എൻ്റെ മോൻ്റെ എൻ്റെ സൈസ് കേട്ടല്ല, അടിപൊളി സൂപ്പർ. ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് പൂവാർ ബീച്ചിലാണ്. അപ്പോൾ ബീച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇന്ന് കണ്ടല്ലോ, നല്ല കലങ്ങൽ വെള്ളമാണ്. ആ കലങ്ങൽ വെള്ളത്തിൽ കടൽ നല്ല കലങ്ങി കിടക്കുകയാണ്. ഈ കലങ്ങൽ വെള്ളത്തിലാണ് ആദ്യത്തെ വല അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വലയിൽ മീനുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് മീനുണ്ടോയെന്ന്. കലങ്ങൽ വെള്ളത്തിൽ വലയടി തുടരുകയാണ്. നല്ല ചവറ് ആറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ അഴിമുഖത്ത് എത്തിയിട്ടില്ല. അപ്പോൾ നോക്കാം.